Hi all, welcome to the world of statistics and hope you all fine. നമ്മൾ കുറച്ച് ഒരു ബ്രേക്ക് വന്നു. അത് എക്സാമിന്റെ ഡേറ്റ് അടുത്തല്ലോ, അപ്പോൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. എനിവേ എക്സാം മാറ്റി വെച്ചു, പിന്നെ കുറച്ച് കമന്റ്സും വന്നു, കുറച്ചും കൂടെ വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വീണ്ടും നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇന്ന് നമ്മൾ അഗെയിൻ മൾട്ടിവേരിയേറ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നൗ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് the variances and covariances of two variables are 6, 4 and -2 respectively. അപ്പോൾ വേരിയൻസസും കൊവേരിയൻസസും രണ്ട് വേരിയബിൾസിന്റെ. അപ്പൊ ഫസ്റ്റ് വേരിയബിളിന്റെ വേരിയൻസ് 6, രണ്ടാമത്തെ വേരിയബിളിന്റെ വേരിയൻസ് 4 and covariance -2. The ratio of generalized variance to the total variance will be. Generalized variance ഉം total variance ഉം തമ്മിലുള്ള റേഷ്യോ എന്താണെന്നുള്ളതാണ് ചോദ്യം. Generalized variance ഉം total variance ഉം തമ്മിലുള്ള റേഷ്യോ എന്താണ്? So here generalized variance എന്താണ്? generalized variance അതായത് നമുക്കൊരു വേരിയൻസ് കൊവേരിയൻസ് മെട്രിക്സ് ഉണ്ട്. അപ്പൊ അതിന് രണ്ട് വേരിയൻസും ഒരു കൊവേരിയൻസും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സിഗ്മ എഴുതാം. സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പേർഷൻ മെട്രിക്സ് എഴുതാം. എന്താണ്? എന്തായാലും ഇനിയിപ്പോ ഡയഗണലില് 6ഉം 4ഉം ആണല്ലോ വരിക. +4 ആണ്, സോറി, +6ഉം 4ഉം ആണല്ലോ ഇനിയിപ്പോ ഡയഗണലില് ഉണ്ടാവുക. നമ്മുടെ വേരിയൻസുകൾ എവിടെയാണ് എഴുതുക? ഓഫ് ഡയഗണലില്. സോ ദിസ് ഇസ് ദ സിഗ്മ മെട്രിക്സ് അല്ലെ? അപ്പൊ ജനറലൈസ്ഡ് വേരിയൻസ് എന്താ? ദാറ്റ് ഇസ് മോഡ് സിഗ്മ, അതായത് ഡിറ്റർമിനന്റ് ഓഫ് സിഗ്മ. ഡിറ്റർമിനന്റ് ഓഫ് സിഗ്മ എന്താ? ഒരു 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 6 into 4 minus -2 into -2, that is 24 minus 4, that is 20. So നമുക്ക് generalized variance കിട്ടി, that is 20. And total variance എന്താണ്? Total variance എന്ന് പറഞ്ഞാൽ is equal to trace of sigma അല്ലെ? That is 6 plus 4. അതായത് വേരിയൻസിന്റെ ടോട്ടല്, ദാറ്റ് ഇസ് 10. ഇനിയിപ്പോ റേഷ്യോ കണ്ടുപിടിക്കാലോ. ജനറലൈസ്ഡ് വേരിയൻസ് ടു ദ ടോട്ടൽ വേരിയൻസ്, അതായത് 20:10. ദാറ്റ് ഇംപ്ലൈസ് 2:1. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, 2:1. Okay. Now the second question. The Wilks lambda distribution is the generalization of which distribution? Chi-square, F, gamma and none of them. Wilks lambda നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. വിൽസ് ലാംഡ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. രണ്ട് എന്താ പറയാ ക്വാണ്ടിറ്റീസിന്റെ റേഷ്യോ ആയിട്ടാണ് വരിക. ഓക്കെ, മനോവയില് മൾട്ടി വേരിയേറ്റ് അനാലിസിസ് ഓഫ് വേരിയൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുക. മനോവയിലാണ് നമ്മൾ ഈ വിൽസ് ലാംഡ യൂസ് ചെയ്യുക. അതൊരു സ്റ്റാറ്റിസ്റ്റിക് ആണ് ആക്ച്വലി വിൽസ് ലാംഡ എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ, ഇതിന് മുന്നേ ഉള്ള സെഷനിൽ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനോവയിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ് വിൽസ് ലാംഡ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഓൾറെഡി ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ എന്നാലും ഞാൻ പറയാം. ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, എഫ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഡിസ്ട്രിബ്യൂഷന്റെ ജനറലൈസേഷൻ ആണ് വിൽസ് ലാംഡ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If all the p variables are independent, എല്ലാ p variablesഉം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, അതായത് ഇപ്പൊ നമുക്കറിയാം മൾട്ടിവേരിയേറ്റ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 2 വേരിയബിൾസ് ഉണ്ടാവും ഇല്ലേ? രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് വരുമ്പോഴാണ് അതിനെ നമ്മൾ p വേരിയബിൾ അല്ലെങ്കിൽ മൾട്ടി വേരിയബിൾ എന്നൊക്കെ പറയുന്നത്. സോ ആ വേരിയബിൾസ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് വിൽ ബി യൂണിറ്റ് മെട്രിക്സ് ആണോ, ഡയഗണൽ മെട്രിക്സ് ആണോ, നൾ മെട്രിക്സ് ആണോ, ഇൻവേഴ്സ് മെട്രിക്സ് ആണോ? ഇതിൽ ഏതാണ് വരിക? ഒരു p വേരിയബിൾ മെട്രിക്സ് ഉണ്ട്, അത് ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പേർഷൻ മെട്രിക്സ്, ദാറ്റ് സിഗ്മ. ഡയഗണൽസിൽ വേരിയബിൾസും വേരിയൻസുകളും ഓഫ് ഡയഗണൽസിൽ കൊവേരിയൻസുകളും വരുന്നതാണ് വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതിലെന്താ വരാ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് p
പി വേരിയബിളുകളും ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ഒരു പ്രശ്നം എന്താ? അതായത് ആക്ച്വലി ഇതിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് സിഗ്മ 11, സിഗ്മ 12, എക്സെട്ര അപ് ടു സിഗ്മ 1p, സിഗ്മ 21, സിഗ്മ 22, എക്സെട്ര അപ് ടു സിഗ്മ 2p ആൻഡ് എക്സെട്ര സിഗ്മ p1, എക്സെട്ര അപ് ടു സിഗ്മ pp. അതായത് ഡയഗണലുകൾ ഒക്കെ എന്ന് പറയുന്നത് വേരിയൻസുകളാണ്. ഓഫ് ഡയഗണൽ ഉള്ളതൊക്കെ എന്താണ്? ഓഫ് ഡയഗണൽ ഉള്ളതൊക്കെ കൊവേരിയൻസുകളുമാണ്. അപ്പൊ ഇവിടെ ഓഫ് ഡയഗണൽ ഉള്ള കൊവേരിയൻസുകളാണ്, വേരിയബിളുകളൊക്കെ ഇൻഡിപെൻഡന്റും ആണ്. വേരിയബിളുകൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ഒരു കുഴപ്പം എന്താ? കൊവേരിയൻസുകളൊക്കെ 0 ആയിട്ട് മാറും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഒരു റിസൾട്ട് ആണ്. അപ്പൊ ഓഫ് ഡയഗണൽസ് ഒക്കെ 0 ആയിട്ട് മാറി. അപ്പൊ പിന്നെ അത് എന്തായിരിക്കും? അതെന്തായിട്ടായിരിക്കും വരിക? അതായത് നമ്മുടെ ഡയഗണൽസിൽ ഉള്ളത് വേരിയൻസുകളാണ്, അതൊക്കെ അവിടെ ഉണ്ട്, ബാക്കിയൊക്കെ 0 ആയിട്ട് പോയി. അതായത് സിഗ്മ 11 0 0 0 0, 0 സിഗ്മ 22 0 0 0, എക്സെട്ര അപ് ടു 0 0 0 സിഗ്മ pp. സോ ദിസ് ഇസ് എ ഡയഗണൽ മെട്രിക്സ്. ഓപ്ഷൻ ബി ഡയഗണൽ മെട്രിക്സ് ആണ് വരിക. കാര്യം ഓഫ് ഡയഗണൽസ് ഒക്കെ 0 ആയിട്ട് പോയി. അപ്പൊ ഇൻഡിപെൻഡന്റ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെയും കൂടെ ചോദിക്കുകയാണെങ്കിലോ? ഇഫ് എക്സൈസ് ആർ ഫോളോസ് n01, അതായത് നമുക്ക് പി വേരിയബിളുകൾ ഉണ്ട്, x1 x2 എക്സെട്ര അപ് ടു xp, പി വേരിയബിളുകൾ ഉണ്ട്. ഓരോന്നും സ്റ്റാൻഡേർഡ് നോർമലും കൂടെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അപ്പൊ എന്താവും? ഈ ഡയഗണൽസ് ഒക്കെ 1 ആവും. ശരിയല്ലേ? 1 0 എക്സെട്ര അപ് ടു 0, 0 1 0, 0 0 എക്സെട്ര അപ് ടു 1, ഇങ്ങനെ വരില്ലേ? അതായത് ഡയഗണൽസിലൊക്കെ 1 കൂടെ വരും. അപ്പൊ എന്താ സംഭവിക്കുക? അതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് മാറും. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം. ഇതിന്റെ ആൻസർ ഡയഗണൽ മെട്രിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During the process of obtaining the principal components by extracting method involving p variables, then the number of eigenvalues can be. ഇത് പ്രിൻസിപ്പൽ കമ്പോണന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസിൽ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുമ്പോൾ the number of eigenvalues, എത്ര ഐഗൻ വാല്യൂസ് ഉണ്ടാവും? പി യേക്കാൾ കൂടുതൽ, പി വേരിയബിൾസ് ആണെങ്കിൽ പി യേക്കാൾ കൂടുതൽ ഉണ്ടാവുമോ? അതോ മാക്സിമം പി വരെ ആകാൻ പാടുള്ളൂ? അതോ ലെസ് ദാൻ 3 ആയിരിക്കോ? അതോ നൺ ഓഫ് ദ എബോവ് ആയിരിക്കോ? എന്താ വരിക? ഈ പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിവേരിയേറ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പ്രിൻസിപ്പൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഡയമെൻഷൻ റിഡക്ഷൻ ആണ്. Dimensionally reduce the large number of variables to relatively smaller number of variables. Large number of variables ne so principal component ennu parayunnathu dimension reduction procedure aanu. Dimension reduction procedure aanu principal component. avade endha cheyyunne? Dimensionally reduce large number of variables dimensionally reduce large number of variables to relatively smaller number of variables. Okay, appo during the process of obtaining the principal component, ipo principal component ennu parayunnathu namukku etrayano maximum ullathu adine nammal dimensionally reduce cheyanu. appo ipo nammal oru p dimension aanu parayunnengi obviously avade endana maximum p eigen values vare aagavu. So here the answer is option B, at most p. inide nammal principal component cheyyumbo നമ്മൾ ആ പി ഐഗൻ വാല്യൂകളെ റെപ്രസെന്റ് ചെയ്യുന്നത് λ1 എക്സെട്ര അപ് ടു λp എന്നാണ്. നമ്മൾ അതിനെ അസെൻഡിങ് ഓർഡറിലാണ് എഴുതുക. അതായത് λ1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു λ2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര അപ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു λp. ഏറ്റവും വലിയ ഐഗൻ വാല്യൂലാണ് മോർ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ അറ്റ് മോസ്റ്റ് പി. Next question. The eigenvalues of variance covariance matrix which is based on 3 variables
are 3, 2, 1, the percentage of variation explained by first principal component will be. Appo the eigenvalues of variance covariance matrix. So the variance covariance matrix inde eigenvalues തന്നിട്ടുണ്ട്. As based on 3 variables. 3 variables inde 3, 2, 1. Okay. 3, 2 and 1 alla, sorry, that is 5. That is a typing mistake. In the question, that is 5. Okay. Okay. Now, question based on 3 variables are 3, 2 and 5 ആണ്. Then the percentage of variation explained by first principal component ആണ് ചോദ്യം. Okay. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മൾ പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് ചെയ്യുമ്പോൾ ഈ λ1 etc up to λp എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പെർസെന്റേജ് ഓഫ് വേരിയേഷൻ എക്സ്പ്ലൈൻഡ് ബൈ ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണന്റ്. ഈ ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണന്റ് ഏതാ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒരു വേരിയൻസ് കൊവേരിയൻസ് മെട്രിക്സ് സിഗ്മ ഉണ്ടാവും. ഓക്കെ. ഇനി ഇതിനകത്ത് നിന്ന് നമ്മൾ എങ്ങനെയാണ് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക? സാധാ മെട്രിക്സിന്റെ കണ്ടുപിടിക്കുന്ന പോലെ ഐഗൻ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കും. ശരിയല്ലേ? എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ? മോഡ് സിഗ്മ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. അങ്ങനെ കിട്ടിയതാണ് ലാംഡ ഇസ് ഈക്വൽ ടു 3, 2, 5. എന്നിട്ട് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസിൽ നമ്മൾ ആദ്യം വലുതിനെയാണ് എഴുതുക. സോ നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണന്റ് 5 ആണ്. ദെൻ സെക്കൻഡ് 3 ആണ്, തേർഡ് 2 ആണ്. അപ്പോ 5 എന്ന് പറയുന്ന ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണന്റ് അല്ല, ഫസ്റ്റ് ഐഗൻ വാല്യൂ. ഓക്കെ. അപ്പോ ഫസ്റ്റ് ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ. ഇനി ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പെർസെന്റേജ് ഓഫ് വേരിയേഷൻ ആണ് ചോദ്യം. ഈ ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണന്റ് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുക? ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണന്റ് എന്ന് പറയുന്നത് y1 is equal to e11 x1 plus e12 x2 plus etc up to e1p xp. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണന്റ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഐഗൻ വാല്യൂ ബൈ ടോട്ടൽ ഐഗൻ വാല്യൂ ഇൻറ്റു 100. 0 0 പോയിട്ട് 50%. അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പെർസെന്റേജ് ഓഫ് വേരിയേഷൻ. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഐഗൻ വാല്യൂ ബൈ ടോട്ടൽ ഇൻറ്റു 100. ഓക്കെ. സോ ദ ആൻസർ ഇസ് 50%. അപ്പൊ അതിന്റെ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചോ. ലാംഡ ഐ ബൈ summation of lambda I into 100. ith principal component explain ചെയ്യുന്നത്. ith principal component explain ചെയ്യുന്നത് അതിന് corresponding ആയിട്ടുള്ള eigen value ഏതാണോ അതാണ് lambda I by summation lambda I. ഇപ്പൊ second principal component ആണെങ്കിൽ 3 by 10 into 100 അങ്ങനെ വരും. So here 50%. അപ്പോ first eigen value, അപ്പൊ first principal component ആയിരിക്കും എപ്പോഴും കൂടുതൽ ഇൻഫർമേഷൻസ് തരുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ജനറൽ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. And last question, why multiple regression is not considered a multivariate statistical method? എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ ഒരു മൾട്ടിവേരിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി വൺ ഡിപെൻഡന്റ് വേരിയബിൾ. ഒരു മൾട്ടിപ്പിൾ റിഗ്രഷനിൽ നമ്മൾ പറയുമ്പോൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണെങ്കിലും ഒരു ഒറ്റ ഡിപെൻഡന്റ് വേരിയബിളേ ഉള്ളൂ അവിടെ. നമ്മൾ ഓൾറെഡി റിഗ്രഷൻ കോറിലേഷൻ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലെ? അപ്പൊ അവിടെ എന്താ നമ്മൾ ചെയ്തിരുന്നത്? ഒരു ഒറ്റ ഡിപെൻഡന്റ് വേരിയബിളും മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്. അപ്പൊ ആ എല്ലാ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെയും അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുമ്പോൾ, സൈമൾട്ടേനിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ പറയുന്നത് അല്ലെ? പക്ഷെ മൾട്ടിവേരിയറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ ഒരു ഡിപെൻഡന്റ് വേരിയബിൾ പോരാ. സോ ഒന്നിൽ കൂടുതൽ ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും വരുമ്പോഴാണ് മൾട്ടിവേരിയറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിൽക്കട്ടെ, നമുക്ക് കുറച്ചും കൂടെ വീഡിയോസ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.